ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ കാറിൻ്റെ ഒരു ലോകത്തേക്കാണ് പോണേ. വീഡിയോ ഫുള്ള് കണ്ടോക്കി. ഇപ്പാനെ കിട്ടിയിട്ടോ ഒന്ന്. ഇപ്പാക്കൊന്ന് ഓട്ടം കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഇപ്പാനെ പറഞ്ഞ് കാറിൻ്റെ ലോകത്തേക്ക് പോവാം. എന്താ ഇപ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സൗദി അറേബ്യയിലാണ്. പിന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന 5 ആൾക്കാർക്ക് ഒരു പ്രൈസ് ഉണ്ട് കേട്ടോ. അതാരായാലും 5 ആൾക്ക്. മലബാർ റെസ്റ്റോറൻറ്റിലാട്ടോ. ഇതെന്താ? കോഫി അത് ചായ. ഇത് സൗദി അറേബ്യ പഴംപൊരി. ഇവിടുത്തെ പഴംപൊരിൻ്റെ ക്വാണ്ടിറ്റി ആട്ടോ അത്. 2 ആൾക്ക് കഴിക്കാല്ലേ. കുറച്ച് കോഫിയും കുടിച്ച് ഇപ്പം എൻ്റെ പയ്യന് ഇറങ്ങിയാണ് മലബാർ റെസ്റ്റോറൻറ്റിലാണ്. My father is with me. I got to travel. I travel in Jeddah travel. I work on Payamburi and chai. Actually, my English is very bad. Today, travel. My father with going down the road. Bring the Payamburi. ഇന്ത്യ മലയാള ചാനലാണേ. അപ്പോൾ ആരാ ഇംഗ്ലീഷ് പറഞ്ഞിനി? ഇംഗ്ലീഷ് ചാനലാക്കുകയാണെങ്കിൽ പഴയ ബാങ്കളല്ലേ സെറ്റപ്പാക്കി. കാറിൻ്റെ ലോകല്ലേ. മാളാണോ അത് കാർ സിറ്റിയോ? ഫസ്റ്റ് തന്നെ ചൈനൻ്റെ ഷോറൂമിലാട്ടോ കയറുന്നത്. ചൈന ഷോറൂമൊക്കെ ഇവിടെ എല്ലാം അടിപൊളി സെറ്റപ്പിൽ ഇറങ്ങിയാണ് കാറുകളൊക്കെ. ചെറിയ വണ്ടി കേട്ടോ. ഇത് യൂട്യൂബിൽ ചൈന ആകെ കൊണ്ടുപോയിട്ടോ. പ്രീമിയം ടച്ച് ഉണ്ടല്ലേ, അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും ഈ വണ്ടി അല്ലേ. ലംബോർഗിനിൻ്റെ കുള്ളാരി ഉള്ള് ഒരേമാതിരി തന്നെ അല്ലേ? ഉണ്ടോ? അല്ല, സ്റ്റെയറിങ്ങിൻ്റെ ഒക്കെ ഗിയർ ബോക്സ്. സോൾഡായ വണ്ടികളൊക്കെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കൂട്ടും അവിടെ. ഇതിൻ്റെ ഓണർ വന്ന് കൊണ്ടുപോകാൻ വരെ ഷോറൂമിലുണ്ടാവും. ഇതാണ് ഓരോ ഷോറൂമിൽ ഏറ്റവും വില കൂടിയ വണ്ടി കേട്ടോ. ഓരോ ഷോറൂമിൽ ഏറ്റവും വില കൂടിയ വണ്ടി പുറത്തല്ല. 81,000 റിയാൽ കേട്ടോ. ചൈനൻ്റെ ഷോറൂം കേട്ടോ അത്. അത്യാവശ്യം അടിപൊളി അയക്കണം ഇപ്പോൾ ചൈനൻ്റെ കമ്പനി. വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഇവിടുത്തെ മെയിൻ സെയിൽസ് കൊടുത്ത ജോലിക്കാരേതാട്ടോ ഫോട്ടോസ്. വണ്ടി ഒരു പ്രീമിയം ടച്ച് ഉണ്ടല്ലേ. പ്രീമിയം ടച്ച് ഉണ്ട്. ചൈന വണ്ടി അതൊന്നും പറയില്ല അല്ലേ. ഉള്ളണ്ട ഡിഫൻഡറിൻ്റെയും മറ്റേ റോൾസ് റോയ്സിൻ്റെ ഒക്കെ ഉള്ളേ. ഡിഫൻഡറിൻ്റെ തന്നെ. ഓ, ഇതൊക്കെ ടൊയോട്ടൻ്റെ വണ്ടി അച്ചടിച്ചിറക്കിയ മാതിരി അല്ലേ. ഡിസൈന് പിന്നെ മുന്നത്തെ ഗ്രില്ലാണോ വലുത്. പ്ലാസ്റ്റിക് ആണ്. ഇതിനെത്ര? 1,34,000 റിയാൽ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കേട്ടോ. 7 സീറ്ററാണ്. അത്യാവശ്യം പ്രീമിയം ടച്ചുള്ള വണ്ടിയാട്ടോ. ചെറി കുഴപ്പമില്ല, പ്രീമിയം ലുക്കും ഉണ്ട്.
റേറ്റ് വളരെ കുറവാണ് ഇങ്ങനത്തെ വണ്ടിയൊക്കെ കേട്ടോ അവിടെ. പക്ഷെ റീസെൽ വാല്യൂ ഉണ്ടാവില്ല. ഓപ്പണാണ്. അതിനുള്ളിൽ ലോക്ക് അമർത്തിയാലേ ഉള്ളിക്കോളൂ. നെക്സ്റ്റ് നമ്മൾ കയറാൻ പോണ യമഹൻ്റെ ഷോറൂം കേട്ടോ. നമ്മളെ നാട്ടിലത്തെ വണ്ടിയാണ് കേട്ടോ. അറിയാല് നാട്ടിലത്തെ സാധാരണക്കാര വണ്ടികളാണ് ഇതൊക്കെ. ഇതിന് ഓഫ് റോഡ് ബോട്ടുകളെ ഷോറൂം. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. $3,25,000 ആ ബോട്ട് വാങ്ങാൻ വണ്ടി ഉഷാറല്ലേ? ഇല്ല, അതിന്റെ ലുക്ക് വരാം. ആ സ്ക്രീൻ അടിപൊളിയായിട്ടോ. ഫീച്ചേഴ്സ് ഉണ്ടല്ലേ? വണ്ടി സൺറൂഫ് ഉണ്ടോ? ഇല്ല. ഗിയർ സിസ്റ്റം എങ്ങനെയല്ലേ അതില്? പക്ഷെ ഒരു ഓർഡിനറി ലുക്ക് ഉണ്ട്. സ്ക്രീൻ ഇതാ അത് നേരത്തെ. അതന്നെ പാർക്കിംഗ് സെന്റർ ബട്ടന് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എന്നാലൊരു സിസ്റ്റം വർക്കാവുള്ളൂ. ഇതിന് 3 ലക്ഷം ഉള്ളൂ അല്ലേ? ഇതിന് 3 ലക്ഷം ഉള്ളല്ലോ. നോർമലി കാറുകളെ മാതിരി ഡോർ എടുക്കണതില്ല. ജസ്റ്റ് ബട്ടൺ അമർത്തിയാൽ നമ്മളെ സീറ്റ് ബാക്കൊക്കെ പോവും. ഇപ്പോൾ ഡോറ് ക്ലോസ് ചെയ്താൽ സീറ്റ് മുന്നിൽ കയറും. വണ്ടി അതാണ് വണ്ടി. മുന്നത്തെ അത് ബോണ്ട് തുറന്നിരിക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഗിയർ സിസ്റ്റം ഇതാണ്. ജസ്റ്റ് തിരിച്ചെടുക്കുക, പാർക്കിംഗ് മോഡ്, സെൻറ്റർ ബട്ടൺ നിൽക്കുക. ഒരു 2 സൺറൂഫ് അതിന് വരുന്നത് കേട്ടോ. സിസ്റ്റം അതൊക്കെയാണ്. ഇത്ര 3 ലക്ഷം. ഇതിന് 5 ലക്ഷം റിയാല്. നമ്മുടെ നാട്ടിൽ കോടികൾ തന്നെ. സിസ്റ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ ഡോറ് തെറ്റാവും. സൗദി ചെക്കന്മാരെ കാറുള്ളിൽ പോയി ഇടിച്ചാലും അല്ല, പൈസ എടുത്തിട്ടേ പോവുള്ളൂ. ഇന്ത്യയിൽ അത്യാവശ്യം അടിപൊളിയാലേ. തിറക്ക് മോൺസ്റ്റേഴ്സ് ഉള്ള എത്ര കൊല്ലം പഴക്കണ്ടാവില്ല ഇതിന്. ടൈഗേഴ്സ് ഡൈനോസർ ആട്ടോ അത്. അതിനുള്ള വലിപ്പം തടിയൊക്കെ ഉണ്ട്. ഏതാ സാധനം മോനെ? ഓ ഏതാ സാധനം? കൂളിംഗ് ഗ്ലാസ് ആടിയാ. നമ്മളറ്റേ JCBയിലൊക്കെ കയറിയിരിക്കണാരുണ്ട്. ഡോഡ്ജിൻ്റെ കുറച്ച് 7 സീറ്റർ കേട്ടോ. ഡോഡ്ജിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ 2 ആൾ ഇരിക്കണല്ലേ കണ്ടിട്ടുള്ളൂ. ഏറിപ്പോൾ 4 ആക്കി ഇരിക്കാൻ പറ്റുള്ളൂ ഡോഡ്ജിൽ. 7 സീറ്റർ അത്യാവശ്യം അടിപൊളിയാട്ടോ. ഫ്രണ്ടൊക്കെ ഡോഡ്ജിൻ്റെ ഡിസൈൻ തന്നെ, ഓൾഡ് ഡിസൈൻ തന്നെയാണ്. ചലഞ്ചറിൻ്റെ ഒക്കെ ഒരു നമ്മൾ ഡോഡ്ജ്. ജുറാസിക് പാർക്കിൻ്റെ സാധനം. ഡൈനോസർ കുട്ടികൾ ഇതാട്ടോ. ഇത് 1 മീറ്റർ വിട്ടെന്നാലേ ഇതിൻ്റെയൊക്കെ വലിപ്പം കാണാൻ പറ്റുള്ളൂ.
ഡൈനോസറിന്റെ കാലടയാളം കണ്ടോ? ഏതാ സാധനങ്ങളെ ഷോറൂമത്തെ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരെ റൂമിൽ പോവാണ്. പോണായിക്ക് നമ്മൾ ഹുസൈൻ മുത്താപ്പാനൊക്കെ ഒന്ന് കാണണം. ഇയാള് ഇവിടെ ടിക്ടോക്കിലൊക്കെ ഫേമസ് ആയ ആളാണ് നമ്മളെ ജിദ്ദയിൽ കേട്ടോ. ഇതാണ് നമ്മളെ ഹുസൈൻ മുത്താപ്പാൻ്റെ കട കേട്ടോ. ഇതല്ല അപ്പുറത്തുള്ള ഈ സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ ഹുസൈൻ മുത്താപ്പ നിൽക്കൽ കേട്ടോ. അപ്പോൾ പള്ളിൻ്റെ ടൈം ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കേനി. ഇപ്പോൾ പള്ളി ടൈം അതിന് തുറന്ന് എനിക്കൊക്കെ അടുത്ത ആഴ്ചയൊക്കെ പറയുന്നുണ്ട് മൂത്താപ്പാൻ്റെ കടയൊക്കെ വന്നാ കേട്ടോ. മൂത്താപ്പാൻ്റെ ആക നമുക്ക് മുട്ടായൊക്കെ വന്നിക്കണേ. മൂത്താപ്പ നമുക്ക് മുട്ടായൊക്കെ വന്ന് നമ്മൾ പോവാണ് റൂമിക്ക്. മുട്ടായികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോന്ന് മൂത്താപ്പാൻ്റെ കടയിൽ നിന്ന് പോവാട്ടോ. ഇതാണ് ചീറ്റോസ്. അതേമാതിരി തന്നെ കേക്കും കുറച്ച് മുട്ടായി എടുത്തിട്ടുള്ളൂ. മൂത്താപ്പാൻ്റെ ആക ഇപ്പാക്കും ഒരു ബിയർ ആയിക്കണേ, ആപ്പിൾ ബിയർ. മുട്ടായിക്ക് നമ്മൾ നേരെ റൂമിൽ പോകട്ടെ തന്നെ. കേക്ക് ഇതേ കൊറേ കാലം മുന്നേ തിന്നാണ്, അതാ പിന്നെ ഇത് വാങ്ങി. അതേമാതിരി തന്നെ മുട്ടായികളൊക്കെ പുളിമുട്ടായികളായി കുറച്ച് ഇതാക്കണം ബോസ്. ഫുൾ ബ്ലോക്കാട്ടോ അവിടെ. 6 മണിക്ക് ശേഷമുള്ള റോട്ടിൽ ഫുൾ ബ്ലോക്കാ. പുളിമുട്ടായിട്ടോ, അതിൻ്റെ കവറ് പറിച്ചിട്ട് വണ്ടിയിൽ ഫുൾ മുട്ടായും കേക്കൊക്കെയാണ്. പുളിമുട്ടായി ഇത്രേ ഉള്ളൂ. വലിയ പൊടിയൊന്നുമില്ല, വായിക്കിടുമ്പോൾ ചെറിയ പൊടിയുണ്ട്. കുഴപ്പമില്ല. അടിപൊളിയാ. ചുരുങ്ങാട്ടോ പോകാണോ? പുളിയുണ്ടോ? എന്തോ അത് ഒരു സാധനം. നിങ്ങൾ ഈ മന്ദിരം വരുന്നിങ്ങനെ നടന്നോളി. എക്സ്പ്രസ് അല്ലാതെ തിന്നണം. നല്ല പ്രിന്റില്ല പോയില്ലേ തിന്നുമ്പോണ്ടാവും. പിന്നെ മധുരാവും. നമ്മൾ നെല്ലിക്കൻ്റെ അരിയും. റൂമിൻ്റെ അവിടെ നമ്മൾ വണ്ടി മാറി കയറിട്ടോ. നേരെ ഞങ്ങൾ ലുലുക്ക് വന്നിട്ടോ. ലുലുവിൽ ഓണത്തിൻ്റെ ഓഫർ ഉണ്ട് കേട്ടോ. ഓണായിട്ടെല്ലാം ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ. പായസങ്ങൾ പലവിധം അങ്ങനെ നിരത്തി വെച്ചാണ് കേട്ടോ.
ഇതെന്താ പാലട ഫുള്ളായിട്ട് അവില് പായസത് അവിലാണ് പോലും. അവിലോ ഓഫർ ഉണ്ട് പറഞ്ഞപ്പോളേ ലുലുവില് നമ്മളെ ഓൺ ഓഫർ ഉണ്ട് കേട്ടോ. മീൻ വാങ്ങുന്നുണ്ടോ? ഈ വണ്ടി ഒന്നാൻ പോവാണ് കേട്ടോ. എന്തിക്കാ കുറുമ്പ് കാട്ടിയാണ്ട് ഇതൊക്കെ കേക്ക് കേട്ടോ, ക്യാപ്സിൻ്റെ കേക്ക്. കണ്ട റിയാലിറ്റി വന്നിരിക്കണേക്കല്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് മടങ്ങാം കേട്ടോ. എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങണം പുറത്തുനിന്ന്. 66 അല്ലേ? ഇതൊക്കെ ചെറിയ മാറ്റം അല്ലേ? ചെറിയ മാറ്റം. ആ ഒരക്ഷരത്തിന്റെ മാറ്റം. കേറി ബാക്കിലിരുന്നതാ. സൗദി അറേബ്യത്തെ ഇതൊറ്റ എന്നുള്ളല്ലോ അവിടെ. ദുബായിലല്ലേ പിന്നുള്ളത്? ദിലീപിന്റെ ഹോട്ടല്. ദിലീപ് ഇങ്ങോട്ട് വരുന്നുണ്ടാവൂലേ? വന്നിനോ? അതല്ല അവിടെ ടേസ്റ്റ് ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാനേ കുറച്ച് കൊടുത്തു. ഇതും പിസ്സ പിസ്സയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാത്തിലും ഫോളോ ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതേമാതിരി തന്നെ സ്നാപ്പിലൊക്കെ ഫോളോ ചെയ്തോളൂ.